അവർ ടൂർ .1961 എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് UK-യിലുള്ള വാറിക് കാസിൽ കാണുവാനാണ്. വാറിക് കാസിൽ വളരെ ചരിത്ര പ്രശസ്തമായൊരു കോട്ടയാണ്. ഇംഗ്ലണ്ടിലെ വാറിക് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1068-ൽ വില്യം ദ കോൺക്കറർ നിർമ്മിച്ച കോട്ടയ്ക്ക് വളരെ സമ്പന്നമായൊരു ചരിത്രമുണ്ട്. നോർമൻ ഭരണകാലത്ത് സ്ഥാപിച്ച കോട്ട പിന്നീട് പല രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വാസസ്ഥലമായി മാറി. പല യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ കോട്ട ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തെറ്റ് ചെയ്തവരെ തലവെട്ടുന്നതിനായി ഉപയോഗിച്ച യന്ത്രമാണിത്. ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ ഈ കോട്ടയിൽ ചിലവഴിച്ചു. വലിയൊരു പ്രിസൺ ഈ കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോട്ട വില്യം ദ കോൺക്കറർ ഉണ്ടാക്കിയതാണെങ്കിലും അതിനുശേഷം ഗെയ് ഓഫ് വാറിക്, റിച്ചാർഡ് മൂന്നാമൻ തുടങ്ങിയവർ ഇവിടെ ഭരിച്ചിരുന്നു. ആദ്യം ഈ കോട്ട മരം കൊണ്ടാണ് നിർമ്മിച്ചത്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കല്ലുകൊണ്ട് ഇത് നിർമ്മിച്ചത്. അന്നുകാലത്ത് ഈ കോട്ടയ്ക്ക് ചുറ്റുമായി വലിയൊരു കിടങ്ങുണ്ടായിരുന്നു. അന്ന് ഈ കിടങ്ങിൽ നിറയെ വെള്ളവും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, അതിൽ പുല്ലുകൾ വളർത്തിയിരിക്കുന്നു. ഇതിനുള്ളിൽ വലിയൊരു ആർട്ട് ഗാലറിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള ഈ ഗേറ്റ് മുകളിൽ നിന്നും ചോട്ടിലേക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. കോട്ടയുടെ ഇരുണ്ട ഭാഗത്താണ് തടവുകാരെ പാർപ്പിച്ചിരുന്നത്. വളരെ കഠിനമായ സാഹചര്യത്തിലായിരുന്നു തടവറയ്ക്കുള്ളിൽ തടവുകാർ പാർത്തിരുന്നത്. ഇത് കൊട്ടാരത്തിലേക്ക് കയറുവാനുള്ള വഴി. തടവറയ്ക്കുള്ളിൽ ന്യായാധിപന്മാരുടെയും തടവുകാരുടെയും കഥകൾ നിങ്ങൾക്ക് കേൾക്കാനാവും. അതിനുള്ള ഒരു വീഡിയോ പ്രദർശനവും അവിടെ നടത്തുന്നു. തടവുകാരെ പീഡിപ്പിച്ചിടുന്ന പീഡനോപകരണങ്ങളും അവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. വാറിക് കാസിലിൽ രാജാവിൻ്റെ റീ എനാക്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് രാജകീയ അന്തരീക്ഷം അനുഭവിക്കാനാവും. രാജാവിൻ്റെ ആസ്ഥാനമായ ദർബാറും രാജകീയ വസ്ത്രങ്ങളും രാജാവിൻ്റെ ദിനചര്യകളും എല്ലാം ഇതിൽ പുനരാവിഷ്കരിക്കപ്പെടും. ഇത് കോട്ടയുടെ ഏകദേശം ഒരു ചിത്രരൂപം. അവോൺ നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. ഞങ്ങളുടെ ബസ്സിൽ മിക്കവാറും അന്യദേശക്കാരായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ളവർ വളരെ കുറച്ചു മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. വാറിക് കാസിൽ വിവിധ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയുടെ ഒരു സങ്കലനമാണ്. 11-ാം നൂറ്റാണ്ടിൽ നോർമൻ ശൈലിയിലാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ കൂടുതൽ ശക്തിയുള്ള ഒരു കൽക്കോട്ടയാക്കി മാറ്റി ഇതിനെ. ആദ്യം ഇത് കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച കോട്ടയാണെങ്കിലും പിന്നീട് ഇത് കല്ലുകൾ കൊണ്ട് വലിയ കോട്ടകളും ഗോപുരങ്ങളും മതിലുകളും എന്നിവയെല്ലാം നിർമ്മിച്ചു. ഈ കാണുന്നതാണ് ഡങ്കൻ ടവർ. ആദ്യകാലത്ത് ഇതൊരു വാച്ച് ടവർ ആയിരുന്നെങ്കിലും പിന്നീട് ഇതൊരു ജയിലായി പരിണമിച്ചു. ഈ കാണുന്നത് അവിടെയുള്ള ജയിൽ പുള്ളികളുടെ വേഷവിധാനമാണ്. ഇങ്ങനെയായിരുന്നുത്രേ അന്നത്തെ ജയിൽ പുള്ളികളെ വേഷവിധാനം ചെയ്തിരുന്നത്. ദ ബ്ലാക്ക് ഡങ്കൺ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഈ ഡങ്കൺ ടവറിന് മുകളിൽ കയറി നിന്നാൽ വാറിക് എന്ന സ്ഥലത്തെ പനോരമിക് വ്യൂ മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ കോട്ടയുടെ മധ്യഭാഗത്ത് വലിയൊരു പുൽമൈതാനമുണ്ട്.
ഇവിടെ ദിവസവും കാലത്തു മുതൽ വൈകുന്നേരം വരെ പണ്ട് രാജാക്കന്മാർ എങ്ങനെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് എന്ന് അവിടെ പഠിപ്പിക്കുവാൻ ആൾക്കാർ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കഷ്ടിച്ച് 2 മണിക്കൂറായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.